സ്നേഹ തങ്കമണി സിനിമേന്റെ റിവ്യൂ കോക്കിന്റെ വന്നില്ല എന്ന് പറഞ്ഞ ഭയങ്കര ബഹളമായിരുന്നു. ഭയങ്കര ബഹളം, ഒരു രക്ഷയില്ലാത്ത ബഹളം. ഇന്നലെയൊക്കെ കോക്കിനെ കാണാഞ്ഞിട്ട് തപ്പി പിടിച്ചിറങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ റിവ്യൂ കണ്ടു, അടിപൊളി റിവ്യൂ. ഈ സിനിമ ഉണ്ടോ? ഇല്ല. ഇതാണ് പ്രശ്നം. ഞാൻ സ്നേഹനെ പിടിച്ചത്. ഇത് എൻജോയ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ എന്റെ റിവ്യൂ ഉണ്ടോ? ഞാൻ പറഞ്ഞു കോക്ക് പറഞ്ഞു രണ്ട് വ്യത്യാസമല്ല, എൻറ്റയർലി വ്യത്യാസമില്ല. നിങ്ങൾ പ്രേക്ഷകർ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്നേഹത്തിൽ പിടിച്ചത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ആക്കാനല്ല സ്നേഹം. ആക്ച്വലി ഞാൻ എന്താ പറഞ്ഞു വരുന്ന അറിയോ, ഇപ്പൊ ഞാനും ആ സിനിമ കണ്ടാണ്, കോക്കും ആ സിനിമ കണ്ടാണ്. കോക്ക് സിനിമയ്ക്ക് കോക്കിന് ഇഷ്ടപ്പെട്ടില്ല, കോക്ക് ആ രീതിയിൽ പ്രസന്റ്. അതൊക്കെ ആ കോക്കിന്റെ റിവ്യൂ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? കാരണം ഈ ആ സിനിമ കണ്ടിട്ടില്ല. പക്ഷെ ആ വേ ഓഫ് പ്രസന്റേഷനും ഒരു ട്രോളലും ആ വലിച്ചു കീറലും കുത്തലും ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതൊക്കെ അതാണ് ഇഷ്ടപ്പെട്ടത്. അല്ലാതെ എനിക്ക് ആ പടത്തിന് എന്താന്ന് ഏതാന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പൊ മലൈക്കോട്ടെ വാലിബൻ ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ലേ? ആ കോക്ക് വലിച്ചു കീറിയില്ലേ? ഈ ആദ്യം കോക്കിന്റെ റിവ്യൂ അല്ലേ കണ്ടേ? അതിനുശേഷം ഈ മലൈക്കോട്ടെ കണ്ടേ? എന്നിട്ട് എന്താണ്ടായേ? കോക്കിന്റെ റിവ്യൂ എനിക്ക് ഇഷ്ടായി, ഇങ്ങനെയാണ് കണ്ടാലും ഇല്ലെങ്കിലും കോക്കിന്റെ റിവ്യൂ രസമാണ്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണേണ്ടവർ എങ്ങനെയും കാണും, സിനിമ കാണേണ്ട ആൾക്കാർ എങ്ങനെയും കാണും. അപ്പൊ ഇന്റെ റിവ്യൂ ആണെങ്കിലും കോക്കിന്റെ റിവ്യൂ എങ്ങനെയാലും പോയി പടം കാണും. എന്താണെങ്കിലും കോക്കിന്റെ റിവ്യൂ വരുന്നില്ല, കോക്കിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വന്നു. അല്ല ഇത് കേട്ടോ, ഇത് നേരം വൈകി റിവ്യൂ ഇടാൻ വൈകുന്നു. എന്തുകൊണ്ടെന്നാൽ റിവ്യൂ ഇട്ടത് കൊണ്ട് സിനിമകൾ നശിക്കില്ലെന്നും നല്ലതാണെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നും മനസ്സിലാക്കാൻ തന്നെ തങ്കമണി FD കളക്ഷൻ 70 lakhs കംബാക്ക് ദിലീപേട്ടാണ്. അപ്പോ കോക്കിനെ ഇന്ന് കോക്കിന്റെ റിവ്യൂ കാണാത്തത് കൊണ്ട് ഇവരെ കാണാനില്ല. ഉക്കിട്ടനെ ചിന്ന പയ്യ അയ്യനാർ ആശാനെ ഇത് വായിച്ചു, ഈ സാധനം വായിച്ചു. ഹേറ്റേഴ്സ് കരഞ്ഞു മെഴുകിയിട്ട് കാര്യമില്ല, ഇത് ദിലീപാണ്, ജനപ്രിയ നായകനാണ്, പടം ഹൗസ്ഫുൾ ഷോകളുടെ പൂരവുമായി മുന്നേറുന്നു. നീ വിഗും വെച്ച് ഇവിടെ കിടന്ന് കരഞ്ഞോ? എന്നാലും ഈ വിഗ് ഇവിടുന്ന് കിട്ടിച്ചിരി നിർത്താൻ പറ്റുന്നില്ല. അതായത് ഇങ്ങനെ കുറെ വാട്സാപ്പ് ഫോർവേഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കമന്റ്സ് നല്ല അടിപൊളി കമന്റിൽ ഫുള്ള് വിറ്റ്. ചങ്കൂറ്റമുണ്ടോ ഒരു സിനിമ എടുത്ത് വിജയിപ്പിക്കാൻ? സിനിമ ഇല്ലെങ്കിൽ നിങ്ങളും ഇല്ല. ഈ ഒരു സിനിമ ഇറങ്ങിയാലല്ലേ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റൂ. നീ പോടാ പൂ മോനെ. ഇതിന് കുറെ പെയ്ഡ് സാധനങ്ങൾ ഡൗട്ട് ഉണ്ട്. കാരണം ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് വെക്കാം. ഈ സ്ക്രീൻഷോട്ടിനകത്ത് കണ്ട് ഈ പടം അടിപൊളി, പടം നല്ലത്, പടം പൊളി. ഞാൻ ഒരു കേസ് പറയട്ടെ. ഇവിടെ ലിറ്ററലി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ഫൈറ്റ് ആണോ എന്നൊക്കെ തോന്നിപ്പോകും ചിലപ്പോൾ. സത്യത്തിന് സങ്കടം തോന്നും. കാരണം നമ്മളൊക്കെ കോക്കിന്റെ അഭിപ്രായം പറയുന്നു, ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു, ഷാസിന്റെ അഭിപ്രായം പറയുന്നു, ഉണ്ണീന്റെ അഭിപ്രായം. എല്ലാ ചാനലുകളും അങ്ങനെ തന്നെ കേട്ടോ. അവരവരുടെ സ്വന്തം അഭിപ്രായം പോവാണ്. ആരും അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നില്ല. പലരും എന്റെ റിവ്യൂ കണ്ടിട്ട് പറയുന്നുണ്ട്, നീ മറ്റേ ബാന്ദ്രന്റെ കേസ് വന്നുകൊണ്ട് പേടിച്ചിട്ടല്ല നീ മറ്റേ ഈ സിനിമയ്ക്ക് നല്ലത് തോന്നി. എനിക്ക് കമ്പാരിറ്റീവ്ലി തങ്കമണി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അഭിനയം ബാക്കി കമ്പയറിംഗ് ടു ഹിസ് ലാസ്റ്റ് പ്രീവിയസ് കുറച്ച് മൂവീസിനേക്കാ അടിപൊളിയായിട്ട് ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും ഇന്ന് കോക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാ പറഞ്ഞിട്ടുള്ളേ. കാർബോർഡും ചട്ട പോലത്തെ മറ്റേ കോമൺ വിഗിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാനും പറയും. പക്ഷെ ഞാൻ കോക്ക് പറയുന്ന പോലെ വിഗ് തലയിൽ വെച്ച് തന്നിരുന്നിട്ട് വലിച്ചു കീറിനില്ലാന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞത് കോക്ക് പറഞ്ഞതിനൊക്കെ വളരെ സിമിലർ ആണ്. കുറെ കോക്കാണെങ്കിൽ ദിലീപിന്റെ അഭിനയം മോശം പറഞ്ഞിട്ടില്ലല്ലോ. ദിലീപ് എന്ന് പറഞ്ഞ നടന്റെ അഭിനയം മോശം പറഞ്ഞിട്ടില്ല. അതെ, ആ സിനിമ എടുത്തതും അങ്ങനെയാണ് അവര് പറഞ്ഞത്. എക്സാക്ട്ലി. അപ്പൊ ഇത് രണ്ടുപേരുടെ വേ ഓഫ് പ്രസന്റേഷന്റെ വ്യത്യാസം, അല്ലെങ്കിൽ കാണുന്നവർക്ക് ആക്ച്വലി കോക്കിന്റെ ആ ഒരു വേ ഓഫ് പ്രസന്റേഷനും അതിൽ ഉപയോഗിക്കുന്ന തഗ് സാധനങ്ങളും ഇതാണ്. ഇത് ഞാൻ പറയാം, ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സ്നേഹ. വാലിബന്റെ റിവ്യൂ കണ്ടിട്ട് ഇരുന്ന് കൂട്ടച്ചിരിയും ചിരിച്ചിരുന്നിട്ട് ലാസ്റ്റ് വാലിബൻ കണ്ടതിന് ശേഷം സ്നേഹന് ചോദിക്കുക, പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. എനിക്ക് അങ്ങനത്തെ സിനിമ ഇഷ്ടാവും, അതാണ്. അപ്പൊ അത് കാണുന്നതിന് മുന്നേ ഈ റിവ്യൂ കണ്ടു അപ്പൊ എനിക്ക് തോന്നി. പക്ഷെ ഇപ്പൊ നല്ല സിനിമ കണ്ടിട്ട് കോക്കിന്റെ റിവ്യൂ കാണാൻ രസമാണ്. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു ഒക്കെ അടിപൊളിയായിട്ട് നമ്മള് വിചാരിച്ച കാര്യങ്ങളൊക്കെ കണക്ട് ആയിട്ട് കോക്കുമാർ നമുക്ക് കേൾക്കാൻ. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ കോക്ക് വന്നു. കോക്ക് എവിടെയെന്ന് ചോദിച്ചവർക്കൊക്കെ ഉത്തരം കിട്ടിയില്ല. കോക്ക് വന്നിട്ടുണ്ട്. ഈ വേറൊരു സാധനം അടി, ഇന്ന് എനിക്ക് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അത് നമ്മുടെ സംതിങ് റിലേറ്റഡ് ടു അവർ മഞ്ഞുമൽ ബോയ്സ്.
മഞ്ഞുമൽ ബോയ്സ് റിലേറ്റഡ് ആയിട്ട് ഇന്ന് എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയ ഒരു പോസ്റ്റാണ്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം പടം പ്രൊമോട്ട് ചെയ്യാൻ മറ്റൊരു പടം ഡീഗ്രേഡ് ചെയ്യുന്നു, അത് മലയാളിയാണെന്ന് ഒക്കെ പറഞ്ഞിട്ട്. ഇവളുടെ പടത്തിന്റെ പേര് അരിമപ്പേട്ടൈ ശക്തിവേൽ. ഈ അരിമപ്പേട്ടൈ ശക്തിവേൽ എന്ന് പറയുന്നത് എന്തോ ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണെന്നാണ് എന്തോ ഇന്റർവ്യൂ ഒക്കെ കണ്ടത്. അല്ല, ഈ ലേഡി അതിൽ അഭിനയിച്ചതാണെന്നാണ് പറയുന്നത്. ഈ ലേഡിയുടെ പേര് മേഘന എലൻ, അങ്ങനെ എന്തോ ആണ് അവരുടെ പേര്. അപ്പൊ അവരെന്താ പറഞ്ഞു നോക്കട്ടെ. അപ്പൊ ഞാൻ ഇതിവിടെ പറയാൻ കാരണം, ഇവിടെ കോക്കും നമ്മളൊക്കെ റിവ്യൂ ഇടുന്നതാണ് പ്രശ്നം. ഇവിടുത്തെ ഒരു നടൻ വന്ന് വേറൊരു സിനിമ മോശാന്ന് പറയുന്നില്ലല്ലോ, വേറൊരു ഇൻഡസ്ട്രിയിലെ സിനിമ മോശാന്ന് പറയുന്നില്ലല്ലോ മലയാളികള്. ഞാൻ എവിടെ മലയാളി നടന്മാരോ മലയാളി സിനിമ ലൈക്ക് ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ വന്നിട്ട് സ്വന്തം മലയാളത്തിലെ സിനിമകളോ ഇനി പുറത്തെ സിനിമകളോ മോശാന്നൊന്നും പറഞ്ഞ് നമ്മള് കാണാറില്ല. സിനിമ മോശാന്ന് പോട്ടെ, അതിനെ കുറിച്ചൊന്നും മിണ്ടാറില്ല. അല്ല, സിനിമ നല്ലതാ നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് മഞ്ഞുമൽ ബോയ്സ് നല്ലതാ പറഞ്ഞു, പ്രേമലു നല്ലതാ പറഞ്ഞു. ആരെങ്കിലും സിനിമക്കാര് പറഞ്ഞോ? ഈ പറഞ്ഞിട്ടാണ് സിനിമ കോൺടെസ്റ്റ് വിട്ടു പോണത്. ഇവിടെ വേറെ കാര്യം പറയുന്നത്. ഓക്കെ, എന്താണ് ഈ ലേഡി പറഞ്ഞത് നോക്കട്ടെ. நீங்க சொல்ற அந்த சின்ன மஞ்சுமல்லி பாய்ஸ் பிராங்கா சொல்லணும்னா அந்த மூவி வந்து நான் ஒரு மலையாளி தான். ஸோ கேரளாவில் தெரிஞ்ச வரைக்கும் எனக்கு கேரளாவில் தெரிஞ்சது அந்த அளவுக்கு ரெஸ்பாண்ட் கிடையாது. ஏன் இங்கே வந்து அந்த அளவுக்கு சாடுறீங்கன்னு எனக்கு ஒன்றுமே தெரியல. பிகாஸ் மேபி அந்த ஒரு டிஃப்ரெண்டாக கொடுத்துருக்காங்களா இல்லைன்னு எனக்கு ஒன்றுமே தெரியல. நானும் மூவி பார்த்துருக்கேன், பட் அந்த அளவுக்கு சாட்டிஸ்ஃபைட் வந்து எங்களுக்கு எதுவுமே கிடைக்கல. இந்த மாதிரி சின்ன மூவிஸ்க்கு நீங்கள் வந்து என்கரேஜ் பண்ணாதான் மற்றவங்களுக்கும் பண்ணுறதுக்கு பார்க்குறவங்களுக்கும் பிடிக்கும். ஆடியன்ஸ் வந்து ஒரு இது ஏதாவது ஒரு கண்டென்ட் வச்சுட்டு ஏதாவது ஒரு நார்மலாகவே சொல்கிறேன், ஏதாவது ஒரு கண்டென்ட் வச்சு நாங்கள் எல்லாருமே அதே ஃபாலோ பண்ணுவீங்க. இப்போ இந்த மஞ்சுமல்லி பாய்ஸ் கூட அதே மாதிரி தான். இப்போ ஒருத்தர் ஹைப் பண்ணி விட்டாங்கன்னா எல்லாருமே அதே வந்து ஹைப் பண்ணி விடுறாங்க. ஸோ அந்த அளவுக்கு என்ன இருக்குன்னு எங்களுக்கு ஒன்றுமே தெரியல. இருக்கு எமோஷனல் வந்து கனெக்ட் ஆகுது அந்த மஞ்சுமல் பாய்ஸ்ல. அதே சிச்சுவேஷன் எங்க படத்துலயும் இருக்கு, அரிமாப்பட்டி சக்திவேல்லையும் இருக்கு. அந்த அரிமாப்பட்டி சக்திவேலை பாத்தீங்கன்னா உங்களுக்கு எமோஷனல் கனெக்ட் ஆகும். ഓക്കെ, അപ്പൊ ഇതാണ് ഡയറക്ടറും അതിൽ അഭിനയിച്ച ലേഡിയും കൂടിയും പറയുന്നത്. ഈ ലേഡി അല്ല, ഞാൻ സീരിയസ് ആയിട്ട് എന്താ ഈ ലേഡിയുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെ സിനിമ പ്രൊമോട്ട് ചെയ്യാനാണെങ്കിൽ അവർക്ക് അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഇവരെന്താ പറയുന്നത്? സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണോ അവിടെ പറഞ്ഞത്? അല്ല, ഞാൻ മലയാളിയാണ്, കേരളത്തിൽ ഇത് വലിയ സംഭവമൊന്നും അല്ല ഈ സിനിമ. എനിക്ക് അത് ഓക്കെ, എനിക്ക് കണ്ടപ്പോ സാറ്റിസ്ഫൈങ് ആയില്ല, അത് ഓക്കെ, അത് വി റെസ്പെക്ട് അല്ലേ. ഇപ്പൊ എനിക്ക് എല്ലാ സിനിമയും കണ്ട് സാറ്റിസ്ഫൈങ് ആ ഒരു ഫീൽ കിട്ടണമെന്നില്ല. ചില സിനിമ കണ്ട സാറ്റിസ്ഫൈഡ് ആവും, ദാറ്റ്സ് അപ് ടു എ പേഴ്സൺ, അത് ഞാൻ റെസ്പെക്ട് ചെയ്യണം. പക്ഷെ ഞാൻ മലയാളിയാണ്, കേരളത്തില് മഞ്ഞുമൽ ബോയ്സ് അത്ര വലിയ സംഭവമൊന്നും അല്ല, ഇവിടെ നിങ്ങൾ ഹൈപ്പ് കൊടുക്കുകയാണ്. ഇവിടെ പറയാം ഈ സ്വന്തം സിനിമ കാണാൻ ആള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ നോക്ക്. അത് വേറെ മലയാളത്തിൽ നിന്ന് വന്നൊരു ചെറിയ പടം തമിഴ്നാട്ടിൽ ഹിറ്റായി എന്നുണ്ടെങ്കിൽ ദർ ഈസ് എ ക്വാളിറ്റി. ഇപ്പൊ കമലഹാസൻ സാർ വെറുതെ പറയൂ, കാർത്തിക് സുബ്രാജ് വെറുതെ പറയൂ, ഇത് മോഹൻലാലിനെയും മമ്മൂട്ടിനെയും വിളിച്ചിട്ട് അല്ല, കമലഹാസൻ സാറൊക്കെ വന്നിരുന്നിട്ട് സിനിമയെ കുറിച്ച് കരഞ്ഞു എന്നാ പറഞ്ഞു കമലഹാസൻ സിനിമ കണ്ടിട്ട്. ഇത് എന്തോന്നടി ഇത്? ഇവിടെ നമ്മളെ ഇൻഡസ്ട്രിയിൽ ആരും ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നില്ല കേട്ടാ. ഒരു പടത്തിനെ പൊക്കാൻ വേണ്ടി മറ്റേ പടത്തിന് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അല്ല, നിങ്ങൾ ഈ കേരളത്തിൽ വലിയ ഹൈപ്പ് ഒന്നുമില്ല ഈ പടത്തിന് പറയും. ഇവരാര്? കേരള മുഖ്യമന്ത്രി. അതാ ഏറ്റവും വലിയ സാധനം. ഞാൻ മലയാളി ആണെന്നുണ്ടെങ്കിൽ ആ മലയാളിനെ ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ മലയാളിയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ മലയാളിയും റെപ്രസെന്റ് ചെയ്ത് പോകുമ്പോൾ ആര്? എന്നിട്ട് വന്ന് വിറ്റതല്ല, നല്ല കേട്ടിട്ടുണ്ട്. കമന്റ് ബോക്സിൽ നിന്നൊക്കെ നല്ല വലിച്ചു വിട്ടിട്ടുണ്ട്. അറഞ്ചം പുറഞ്ചം നല്ല കേട്ടിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് മറ്റേ ഹൈപ്പില്ല എന്ന് പറഞ്ഞപ്പോ. എന്താണെങ്കിൽ കമന്റ് ബോക്സിൽ അറിയോ, അതിലുള്ള അതേ വികാരങ്ങളാണ് ഞങ്ങളുടെ സിനിമയിലുള്ളത്, അതേ ഇമോഷൻസ് ആണ് ഞങ്ങളുടെ സിനിമയിലൊക്കെ ഉള്ളത്. ഡയറക്ടറിന് കുറച്ച് അന്തവും ബോധമുണ്ട്. ഈ പറഞ്ഞ ലേഡി പറഞ്ഞതിന് അയാൾ അപ്പൊ ഡിഫെൻഡ് ചെയ്തു. അതായത് അതിൽ ഇമോഷൻസ് ആളുകളായിട്ട് കണക്ട് ചെയ്തു. സിമിലർ സാധനങ്ങൾ ഞങ്ങളിലുണ്ട്. അതാ ഡയറക്ടറിന്റെ ക്വാളിറ്റി. അയാൾ അപ്പൊ അവിടെ ഇന്റർഫിയർ ചെയ്ത ആ സാധനം പറഞ്ഞ് ചുമ്മാ എന്തേലും ഷോ ഓഫിന് ലൈം ലൈറ്റിൽ വരാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയാന്നാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതേമാതിരി ഇരുന്ന് കരയേണ്ടി വരും. എന്താ ഇൻസ്റ്റാഗ്രാമിൽ നിന്നിട്ട് ലൈവ് ഇട്ട് കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചു. പേര് ഞാൻ എന്ത് പറയാം. நான் பேசினதுதான் கொடுத்துருக்காங்களே தவிர மஞ்சுமல்லி பாய்ஸ் பத்தி அந்த மூவி பத்தி நான் பேசினது கொடுத்துருக்காங்க. அவங்க என்ன கொஸ்டின் கேட்டிருக்காங்கன்னு உங்களுக்கு யாருக்கும் தெரியாது. சோ அது தெரியாம வந்து நிறைய பேர் வந்து கமெண்ட் செக்ஷன்ல வந்து நிறைய பேர் பேசுறீங்க. நீங்களும் ஒரு மலையாளி தானே? நீங்க ஒரு மலையாளியா இருந்துட்டு ஒரு பொண்ணுக்கு இந்த மாதிரிதான் மெசேஜ் ஐ மீன் எல்லாமே கமெண்ட் பண்ணுவீங்களா?
அது என்னோட ஒப்பீனியனுங்க. ஒரு மூவி பத்தி சொல்றேன்னா இட்ஸ் மை ஒப்பீனியன், அது என்னோட ஒப்பீனியன். நீங்க யாரும் ஜட்ஜ் பண்ண கூடாது அது. சோ அது உங்களுக்கு இருந்தா அது நீங்க வச்சுக்கோங்க. ஓகே, உங்களுக்கு அதிகமா இருந்ததுன்னா அந்த மூவி பத்தி நீங்க பேசிக்கணும்னா பேசிக்கோங்க. இப்போ ரீசெண்டா மஞ்சுமல்லி பாய்ஸ் அப்படின்னு ஒரு சின்ன பட்ஜெட் மூவி வந்தது. சோ அதை இந்த அளவுக்கு தமிழ்நாடுல அதிகமா ஹைப் பண்ணி விடுறாங்க. அண்ட் இப்ப வர தமிழ் மூவிஸ்க்கு எல்லாத்துக்குமே அந்த அளவுக்கு ஏன் ரெஸ்பாண்ட் பண்ண மாட்டேங்கிறாங்க அப்படின்னு சொல்லிட்டு கேட்டிருக்காங்க. அதுக்கு நான் என்ன சொன்னேன், ஆஸ் நான் என்ன நினைக்கிறேனோ என்னோட ஒப்பீனியன் நான் சொல்லியிருக்கேன். மலையாளிஸ் எல்லாருக்குமே பர்டிகுலரா சொல்றேன், எவன் எனக்கு கமெண்ட் பண்ணீங்களோ அவனுக்கு எல்லாருக்குமே நான் சொல்றேன், யாரெல்லாம் எனக்கு கமெண்ட் பண்ணீங்களோ, எந்த அளவுக்கு லைக் சீப் மென்டாலிட்டியா நீங்க இருக்கீங்க, நான் கிடையாது. இப்போ லைக் உமனுக்கு ரெஸ்பெக்டே கிடையாது. எந்த அளவுக்கு நீங்க ரெஸ்பெக்ட் கொடுக்குறீங்க மலையாளிஸ் எல்லாமே பாய்ஸ். இப்ப எனக்கு கமெண்ட் செக்ஷன்ல கமெண்ட் பண்ணவங்க பர்டிகுலர் சிங்கிள் பர்சன் எல்லாருக்குமே ஒரு மூவிக்காக ஒரு பொண்ணை எப்படி எல்லாம் அசிங்கமா பேசுவீங்களா நீங்க? ஈவன் தோ என்னோட மூவிஸ்க்கே நினைச்சுக்கோங்களேன், என் சின்ன மூவி தானே, சின்ன மூவி. ஏன் நீங்க ரீசெண்டா என்னோட மூவி பைரி ரிலீஸ் ஆச்சு, எந்த அளவுக்கு ஹைப் பண்ணாங்கன்னா அந்த பைரி மூவி அந்த அளவுக்கு ப்ரமோஷன் கொடுத்திருந்தாங்க. நீங்க எங்க தியேட்டர்ஸ் கொடுத்தீங்க, எங்க போய் பாத்தீங்க? ரிலீஸ் ஆன தியேட்டர்லயாவது நீங்க போய் பாத்தீங்களா? இல்லையே. ஏன் ஒருத்தர் கூட இல்ல தியேட்டர்ல போய் பார்த்தா. இது மட்டும் சொல்றீங்க. அங்கமாலியிலே நியர்பை அங்கமாலியிலே 2 தியேட்டர்ஸ் கொடுத்தாங்க. சோ நீங்க போய் பாத்தீங்களா? இல்ல. பிகாஸ் அது தமிழ் மூவி. அங்க போய் கேட்டாலும் அவங்களே பிராங்கா சொல்றாங்க, தமிழ் மூவிங்கிறதுனால ஆடியன்ஸ் வர மாட்டேங்கிறாங்க அப்படின்ட்டு. It was like shame. അതാണ് പറയല്ലേ, ഇറ്റ് വാസ് ലൈക്ക് ഷെയിം. നല്ല കരച്ചിലാണല്ലോ ചേച്ചി. മലയാളിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും അല്ലേ? മനസ്സിലാവുമായിരിക്കും. ആദ്യം മനസ്സിലാക്കേണ്ടത് കുട്ടി, സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി തന്നെ സാധനമുണ്ട്. മൗത്ത് പബ്ലിസിറ്റിയാണ് മെയിൻ. ഈ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിൽ പോലും ചെറിയ പടമാണ്. പിന്നെ ഈ മഞ്ഞുമൽ ബോയ്സ് ഒരു രേശം തലയ്ക്ക് ആൾതാമസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവുള്ള ഒരു കാര്യം, ഗുണ കേവ്, അതിന്റെ കൊടൈക്കനാല്, അതിലെ മറ്റേ ഗുണ സിനിമയിലെ പാട്ട്, there are lot of elements which connects with this തമിഴ് ഓഡിയൻസിന്. അളിയ അതാണ് സംഗതി. അതായത് ആ സിനിമ തമിഴ്നാട്ടിലൊന്ന് വർക്കാവാൻ മെയിൻ കാരണം ഈ ഗുണ എലമെന്റ്, പിന്നെ ആ പാട്ട്, കൺമണി അൻപോടെ, ഇതുകൊണ്ടൊക്കെയാണ്. അല്ലാതെ മലയാളത്തിൽ നിന്ന് ഇറങ്ങുന്ന എത്ര ചെറിയ പടങ്ങൾ, ഇപ്പൊ പ്രേമലു സിനിമ തെലുങ്കിലൊക്കെ ഭയങ്കരമായിട്ട് ഓടും. കാരണം എന്താ, ഹൈദരാബാദിൽ ബേസിന്റെ സാധനമാണ്, കുറെ ഒക്കെ തെലുങ്ക് അവിടെ ഇവിടെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് അത് അവിടെ വർക്കാവുന്നു. എന്തുകൊണ്ട് പ്രേമലു തമിഴ്നാട്ടിലോടുന്നില്ല? പ്രേമം തമിഴ്നാട്ടിലോടി, മലർ മിസ്. ഇപ്പൊ നിങ്ങള് സത്യം പറഞ്ഞ ഇവിടെ ചെയ്തു വെക്കാൻ ശ്രമിക്കുന്നത് എന്താ പറയുക, ഈ ലേഡി, ഈ നടി മലയാളി മറ്റേ തമിഴ് ഒരു അടിയില് ഒരു ഫൈറ്റ് അത് ഉണ്ടാക്കണം. പിന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഓക്കെ, കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇട്ട അവന്മാരുടെ തെറിവിളിയും തന്തയ്ക്ക് വിളിയും അല്ല, അതിനൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യണില്ല. ഇല്ല, ഫ്രാങ്ക് ആയിട്ട് പറയാം. പക്ഷെ അത് വിചാരിച്ചിട്ട് മലയാളികൾ ആരും സ്ത്രീകൾക്ക് റെസ്പെക്ട് കൊടുക്കാത്തവരാണോ, അല്ലെങ്കിൽ മലയാളികൾ ഇങ്ങനെയാണോ എന്ന് ചോദിക്കാൻ, മേഡം എവിടുന്നാണ് ആകോ വന്നേ? താങ്കൾ ഈ മൊത്തത്തില് മലയാളികൾ ഇട്ട് കുത്ത, ഞാൻ മലയാളി എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയേ, എന്നിട്ടിപ്പോ മൊത്തത്തില് മലയാളികൾക്ക് ഇട്ട് വെക്കുന്ന. പിന്നെ ഇവര് പറയുന്നതിനൊരു കാര്യമുണ്ട്. ഞാൻ ഒരു കേസ് പറയാം. ഒരു സിനിമയെ കുറിച്ചുള്ള ഒപ്പീനിയൻ, ആ സിനിമ കണ്ടിട്ട് ആ റിവ്യൂ ഒപ്പീനിയൻ പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ അതാണോ പറഞ്ഞത്, ഞാൻ മലയാളിയാണ്, മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ വലിയ സംഭവമൊന്നും അല്ല, എന്തിനത്ര ഹൈപ്പ് കൊടുക്കുന്നത്? നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ അത് പറയണമേ. അല്ലാതെ നിങ്ങൾ വന്നിരുന്നിട്ട് കേരളത്തിൽ ഇതൊന്നും ആർക്കും വലിയ ഇതൊന്നുമില്ല, കേരളത്തിൽ വലിയ ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങളെ സിനിമ അങ്കമാലിയിൽ എവിടെയോ ഇറങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്യണടേ അല്ലേ? ആര് പറഞ്ഞു? എത്ര സിനിമകൾ ഇപ്പോൾ അല്ലു അർജുനൊക്കെ ഒന്നും അല്ലാത്ത കാലത്ത് വന്നിട്ട് മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ ആയി പോയ ആൾക്കാരാണ്. അതാണ് മലയാളി ക്രൗഡ്. അല്ല ചേച്ചി, ഇതൊക്കെ വല്ലതും അറിയൂ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. മലയാളത്തിൽ പറഞ്ഞ പച്ച മലയാളിക്ക് മനസ്സിലാവില്ല, കുറച്ച് തമിഴില് ബേസിങ്കോ ഇല്ല, ബേസില്ല. ഞാൻ ഈ കൊടുക്കുന്നതിന് ഒക്കെ ഏറ്റവും വലിയ പ്രൊമോഷൻ 4 ആള് കാണുമല്ലോ. അതാണിപ്പോ എനിക്ക് പറയാനുള്ളത്. ഞാനിത് വെച്ച് ചെയ്യുന്ന ഇത് 10 ആളെ അറിയും, 10 ആളെ അറിഞ്ഞോളൂ. ചുമ്മാ ഞാൻ ഒരു കേസ് പറയട്ടെ, ഇത് കയ്യിന്ന് പോയാൽ കയ്യിന്ന് പോയി സമ്മതിക്കണം. എന്താ അറിയോ, ഇത് അഭിനയിച്ച് ഹിറ്റായില്ലെങ്കിൽ ആരും അടുത്ത പടത്തിൽ വിളിക്കില്ലല്ലോ, അതിന്റെ സങ്കടം രോദനാണ്. കഷ്ടം തന്നെ. എന്തായാലും ഇനി പറഞ്ഞു എന്ന് പറയും.
എന്ത് രോദനാണെന്നൊക്കെ എന്നോട് അഭിനയിക്കാൻ പക്ഷെ പറയും. പച്ച മലയാളിയായ കൊണ്ട് See, മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു കേസ് പറയാം. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് വളരെ മോശം കാര്യമാണ്. കാരണം 100 കോടി ക്ലബ്ബ് കയറി പറക്കണ പടത്തിന് നിങ്ങൾ പോയിട്ട് കേരളത്തിലൊരു ഹൈപ്പ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ. കേരളത്തിലെ ഹൈപ്പില്ല എന്ന് പറയാൻ നിങ്ങളാണോ ടിക്കറ്റ് മുറിച്ച് കൊടുത്തിരുന്നത് കേരളത്തില്? മറ്റേ ഹിന്ദിയിലെ മറ്റേ ഞാൻ ഒന്നും കൂടി കണ്ടതാണ് അനുരാഗ് കശ്യപ് ഒക്കെ പറഞ്ഞത് എങ്ങനെയൊക്കെ ഈ പടം എടുത്ത് വെച്ചിരിക്കുന്നത് രീതിയിൽ ചോദിച്ചത്. ഇത്രയും ചെറിയ ബഡ്ജറ്റ് വെച്ച് ഇമ്മാതിരി സാധനം എടുത്ത് വെച്ചിട്ട് അതാണ് കഴിവ്. ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും അടിപൊളി സിനിമ വെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അല്ല, അത് നിങ്ങൾ വി റെസ്പെക്ട്. പക്ഷെ കേരളത്തിൽ ഈ പടത്തിന് ഒരു തരത്തിലുള്ള ഹൈപ്പും ഇല്ല. അത് പറഞ്ഞത് ആസ് എ മലയാളി, പച്ച മലയാളി, ആസ് എ മലയാളി ആ പറഞ്ഞ വർത്താനത്തിന് നാട്ടുകാർ കമന്റ് ബോക്സിൽ പൊങ്കാലിടണമെങ്കിൽ കുട്ടി അതും പിടിച്ച് വീഡിയോ ഇട്ട് ലൈവ് ഇട്ടിരി. ഓക്കെ, എനിക്ക് ഇത്രയൊക്കെ നാട്ടുകാർക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇതിലൊന്നും സാറ്റിസ്ഫൈഡ് ആവണം. പിന്നെ എന്തോന്നാണ് ഇത്, വല്ലാത്ത കണ്ണുകടി.